വിലക്കയറ്റം തടയാൻ പൊതുവിതരണ സംവിധാനം കാര്യക്ഷമമാക്കണമെന്ന് കേരള കർഷക ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന ചെയർമാൻ കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. വിലക്കയറ്റം തടയാൻ പൊതുവിതരണ സംവിധാനം കാര്യക്ഷമമാക്കണമെന്ന് CMPയുടെ കർഷക സംഘടനയായ കേരള കർഷക ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് അർബൻ സഹകരണ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം കേരള കർഷക ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ കിട്ടുന്ന എനിക്ക് ഈ ഭാഗത്ത് അറിയുമ്പോൾ ഞങ്ങളുടെ തിരുവിതാംകൂർ ഭാഗത്ത് കിട്ടുന്ന അരി എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ റേഷൻ കടയിൽ പോയി ആരും അരി മേടിക്കില്ല. അതൊരു മോശം ഇതാണെന്നുണ്ട്, വില കുറവുണ്ട്. ആ അരി തന്നെ പാലക്കാട് എന്ന് ചില മില്ലുകളിൽ നമ്മുടെ ഈ തറയിലൊക്കെ ഇടുന്ന കൂട്ട് റെഡ് ഓക്സൈഡും എല്ലാം കൂടി കയറ്റി അവർ പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ ആ സാധനം അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് മേടിച്ച് കഴിക്കാം. അതോടുകൂടി അവനൊരു മാറാരോഗിയായി മാറും. അപ്പോൾ അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന നല്ല അരിയെല്ലാം വിദേശത്തേക്ക് കയറ്റി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ജില്ലാ പ്രസിഡന്റ് വി കൃഷ്ണൻ അധ്യക്ഷനായി. CMP കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗം വി കമ്മാരൻ, ജില്ലാ സെക്രട്ടറി CV തമ്പാൻ, ആക്ടിംഗ് സെക്രട്ടറി TV ഉമേശൻ, കേരള മഹിളാ ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MT കമലാക്ഷി, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അശോക് ഹെഗ്ഡെ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ജൈവ കർഷകനായ NA ഉമറെ കേരള കർഷക ഫെഡറേഷൻ ചെയർമാൻ കെ സുരേഷ് ബാബു ആദരിച്ചു. സസ്യജനിതക അവാർഡ് ജേതാവ് സജീവൻ കാമുങ്കര ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളും സ്വാശ്രയ അടുക്കളയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കശുവണ്ടിക്ക് 200 രൂപ താങ്ങുവില നിശ്ചയിക്കുക, റബ്ബർ അടക്കമുള്ള നാണ്യവിളകൾക്ക് ന്യായവില ഉറപ്പുവരുത്തുക, തീരദേശ മേഖലയിലടക്കം വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന സന്ദർഭത്തിൽ സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ ഫലപ്രദമായ കരുതൽ സർക്കാർ സ്വീകരിക്കുക, നെൽകർഷകരെ നാശത്തിന്റെ വക്കിൽ നിന്ന് രക്ഷിക്കുക എന്നീ പ്രമേയങ്ങളും അംഗീകരിച്ചു. ജില്ലാ സെക്രട്ടറി EV ദാമോദരൻ സ്വാഗതവും P കമലാക്ഷ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി N അപ്പുവിനെ പ്രസിഡന്റായും, താനത്തിങ്കാൽ കൃഷ്ണൻ, M മാധവൻ, K തമ്പാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, EV ദാമോദരനെ സെക്രട്ടറിയായും, രാജൻ മുട്ടത്ത്, P കമലാക്ഷ, K രേണുക എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.